ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്പോക്ക് സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ അടുത്ത് തന്നെ ബോൾട്ടേഴ്സ് ലോക്ക് എന്ന് പറയുന്നൊരു റിവർ ലോക്കുണ്ട്. റിവർ തേംസിൽ സ്ഥിതി ചെയ്യുന്നൊരു റിവർ ലോക്കാണ്. അതിനോടൊപ്പം തന്നെ ഒരു റെയ്മിൽ ഐലൻഡ് എന്ന് പറയുന്നൊരു ചെറിയൊരു ലെഷർ ഐലൻഡും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പോയി കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ യാത്ര പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ലാത്ത വളരെ നല്ലൊരു ക്ലൈമറ്റാണ്. ഏകദേശം 20-22 ഡിഗ്രി കാണിക്കുന്നുണ്ട്. ചെറിയൊരു കാറ്റുമുണ്ട്. അപ്പം റൈഡ് ചെയ്ത് പോകാനും നടന്നു പോകാനും ഒക്കെ നല്ല എൻജോയബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുണ്ട്, ബ്രൈറ്റാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 1-2 ദിവസം മഴയും അതിന് മുമ്പത്തെ ആഴ്ച നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. ഇവിടെ ഏകദേശം സമ്മറിൻ്റെ ഒരു ആ വലിയ ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ കുറച്ചും കൂടെ ചെറിയ ടെമ്പറേച്ചറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് വീണ് കിട്ടിയതാണ്. അപ്പോൾ അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ UK വന്നിട്ട് അധിക കാലമായിട്ടില്ല. ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഈ അടുത്ത സമയത്താണ് ഒരു സൈക്കിൾ വാങ്ങാം എന്നുള്ളൊരു തീരുമാനം എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല, ഫോണും നോക്കി റൂമിലിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആകും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് സൈക്കിൾ വാങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും സൈക്കിൾ വാങ്ങിയതും. അപ്പോൾ അതാകുമ്പോൾ മനസ്സിനൊരു എൻ്റർടൈൻമെൻറ്റും ആകും, അതുപോലെ തന്നെ നമുക്കൊരു എക്സസൈസും ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സൈക്കിൾ വാങ്ങിച്ചത്. അപ്പം ആദ്യം സൈക്കിൾ വാങ്ങിച്ച സമയത്ത് ഓഫുള്ള ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ സൈക്കിളെടുത്തൊരു കറക്കമൊക്കെ കറങ്ങി അങ്ങ് വീട്ടിൽ വരുമായിരുന്നു. പിന്നെ ഫോണിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എൻ്റെ യാത്രകളിലെ കാഴ്ചകളും അനുഭവങ്ങളും മറ്റുള്ളവരുമൊക്കെ ആയിട്ടൊന്ന് പങ്കുവെച്ച് കൂടാ എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് സ്പോക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതും നമ്മൾ തുടങ്ങിയതും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മളിന്നിപ്പോൾ കാണാൻ പോകുന്നത് ബോൾട്ടേഴ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു ലോക്ക് സിസ്റ്റമാണ്. മെയ്ഡൻ ഹെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് തേംസ് നദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചെറിയ ലോക്ക് സിസ്റ്റമാണ് ഈ ബോൾട്ടേഴ്സ് ലോക്ക് എന്ന് പറയുന്നത്. ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നദിയിൽ ഡാമുകളോ ചെക്ക് ഡാമുകളോ മറ്റു പണിത് കഴിയുമ്പം നദിയിലെ വെള്ളത്തിന് വരുന്ന ലെവൽ വ്യത്യാസം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലൂടെയുള്ള ജലഗതാഗതം കുറച്ചും കൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ടും ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ് ഈ പറയുന്ന ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, റിവർ ഐലൻഡാണ്. ഒരു ചെറിയ ഐലൻഡും കൂടെ ഉണ്ട്, റെയ്മിൽ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ലെഷർ ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിൻ്റെയും കൂടെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ട് മുൻപോട്ട് പോകാം. ഓക്കെ.
അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഈ വലതുവശത്ത് കാണുന്നത് ജൂബിലി നദിയാണ്. ജൂബിലി നദി എന്ന് പറയുന്നത് തേംസ് നദിയുടെ ഒരു കൈവഴിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിന് കുറച്ച് മുകളിലായിട്ട് തേംസ് നദിയിൽ ഒരു ചെക്ക് ഡാം പണിത് ആ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ജൂബിലി നദിയിലേക്ക് കടത്തിവിടുന്നത്. അപ്പം നമ്മളിപ്പം സഞ്ചരിക്കുന്നത് ശരിക്കും വലതുവശത്ത് ജൂബിലി നദിയും ഇടതുവശത്ത് തേംസ് നദി ഒഴുകുന്നുണ്ട്. തേംസ് നദി നമുക്കിപ്പോൾ കാണത്തില്ല, കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. തേംസ് നദി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു നദിയാണ് കേട്ടോ. കാര്യം ലണ്ടൻ്റെ മധ്യഭാഗത്തോട് ഒഴുകുന്ന നദി എന്നുള്ള രീതിയിൽ നമ്മൾ ജോഗ്രഫി ക്ലാസ്സുകളിലൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഈ തേംസ് നദിയെപ്പറ്റി. ലണ്ടനിലുള്ള ലാൻഡ്മാർക്കുകളെല്ലാം, അതായത് ലണ്ടൻ ഐ, ടവർ ബ്രിഡ്ജ് പോലെയുള്ള എല്ലാം ഈ തേംസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേംസ് നദി വളരെ അധികം ഫേമസ് ആണ്. അപ്പം നമ്മൾ ശരിക്കും തേംസ് നദിയുടെയും ജൂബിലി നദിയുടെയും മധ്യത്തിലുള്ളൊരു ഗാർഡനിൽ കൂടെയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളൊരു ഗാർഡനാണ്. ഇതൊരു ഐലൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ ഇടതുവശത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വീടുകളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ബംഗ്ലാവെന്നോ മാൻഷനുകളെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. നല്ല മൾട്ടി ബില്യണേഴ്സ് ഒക്കെ വന്ന് താമസിക്കുന്ന ഏരിയയാണ്. അപ്പം അതിനടുത്തുള്ളൊരു ഗാർഡനിൽ കൂടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗാർഡൻ്റെ ഈ ഭാഗത്തൊക്കെ സൈക്കിൾസ് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈക്കിളിൽ നിന്ന് ഡിസ്മൗണ്ട് ചെയ്ത് തള്ളിക്കൊണ്ട് പോകുന്നതാണ് ബുദ്ധി. കാര്യം ഒരുപാട് ഫാമിലിയും ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തള്ളിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നെനിക്ക് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതായി കാണുന്നതാണ് ബോൾട്ടേഴ്സ് ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന റിവർ ലോക്ക്. അതിൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയ 2 ബോട്ടുകൾ അതിനുള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ട് ലോവർ ചെയ്യുന്ന ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ആംഗിളിലേക്ക് മൂവ് ചെയ്ത് നിന്നിട്ട് ഞാൻ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം 3 ബോട്ടുകൾ, 2 വലിയ ബോട്ടും ഒരു ചെറിയ ബോട്ടും കയറ്റിയിട്ടിട്ടുണ്ട്. ഒരു ടാങ്ക് പോലൊരു പോർഷനാണ്. അപ്പോൾ അതിന് പറയുന്നത് ചേംബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചേംബറിൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും, അതായത് 2 അറ്റത്തുമായിട്ട് 2 ഗേറ്റുകളുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, എക്സ്ട്രീം റൈറ്റ് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ ചേംബറിൻ്റെ ഏറ്റവും വലതു ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ പുറത്തുള്ള വെള്ളത്തിൻ്റെ ലെവലും ഇപ്പോൾ ചേംബറിനുള്ളിലെ വെള്ളത്തിൻ്റെ ലെവലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗേറ്റ് തുറന്നിട്ട് ബോട്ടുകൾ 3 ഈ ചേംബറിനുള്ളിലേക്ക് കടത്തി നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ ഗേറ്റും സീൽ ചെയ്യും. ആ ഗേറ്റും സീൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ളൊരു ചേംബർ ഫോം ചെയ്യും. ആ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ചേംബറിനുള്ളിലാണ് ബോട്ടുകൾ ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഗേറ്റ് തുറന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള വെള്ളം, അതായത് അവിടെ വെള്ളത്തിൻ്റെ ലെവൽ കൂടുതലാണ്, ആ വെള്ളം ഈ ചേംബറിനുള്ളിലേക്ക് കടത്തിവിടും. അതൊരു സ്ലൂയിസ് പോലെ ഒരു വാൽവ് ത്രൂ ആണ് കടത്തിവിടുന്നത്. ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, പ്യുവർ ഫ്ലൂയിഡ് ഡൈനാമിക്സ് മാത്രമാണ്. അപ്പം ഈ വെള്ളം ഇതിനകത്തേക്ക് കടത്തിവിടുമ്പോൾ ഈ ചേംബർ വാട്ടർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളത്തിൻ്റെ ലെവൽ കൂടും. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകൾ മുകളിലേക്ക് പോകും. അപ്പം വൺസ് ഈ ചേംബറിനുള്ളിലെ വെള്ളവും നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഗേറ്റിന് പുറത്തുള്ള വെള്ളത്തിൻ്റെ ലെവലും സെയിം ആയി കഴിയുമ്പം ആ ഗേറ്റ് തുറന്നിട്ട് ബോട്ടുകൾ അതിലേക്കൂടെ ഓടിച്ച് പുറത്ത് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. തിയറിറ്റിക്കലി നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളൊരു എൻജിനീയറിങ് എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഞാനൊരു ഫിസിക്സിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞൊരു ഫീലുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതിൻ്റെ മറുഭാഗത്ത് വെള്ളത്തിൻ്റെ ലെവൽ നല്ല കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വെള്ളം ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ പ്രിൻസിപ്പിൾ. അപ്പോൾ കണ്ടോ, ബോട്ടിൻ്റെ ലെവൽ കൂടി ഏകദേശം ലെഫ്റ്റ് സൈഡിലുള്ള വെള്ളത്തിൻ്റെ ലെവലിലേക്ക് എത്താറായിട്ടുണ്ട്.
ഇത് ഞാൻ മുമ്പ് പറഞ്ഞ റെയ്മിൽ ഐലൻഡിലേക്കുള്ള എൻട്രൻസ് ആണ്. ബോൾട്ടേഴ്സ് ലോക്കിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കുഞ്ഞൊരു ഐലൻഡാണ് റെയ്മിൽ ഐലൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഒരു വൈകുന്നേരങ്ങളിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് സമയം എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ റെയ്മിൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഐലൻഡിൽ തന്നെ വിസിറ്റേഴ്സിന് ഫിഷ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ബോട്ട് ഹയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് ഷോർട്ട് ട്രിപ്സും ഉണ്ട്, ലോങ് ട്രിപ്സും ഉണ്ട്. അത് ഇവിടുന്ന് വിൻസർ കാസിലൊക്കെ പോയിട്ട് വരുന്ന രീതിയിലുള്ള ലോങ് ആയിട്ടുള്ള ഡേ ക്രൂസുകൾ അറേഞ്ച് ചെയ്യുന്ന കമ്പനികളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ബോട്ട് ഹൗസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റും ഈ ഐലൻഡിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു ഈവനിംഗ് ഒക്കെ വന്ന് ഫാമിലിക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഈ റെയ്മിൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ റെയ്മിൽ ഐലൻഡിനും ബോൾട്ടേഴ്സ് ലോക്കിനും ഒക്കെ ഒരുപാട് വർഷത്തെ ചരിത്രം പറയാനുണ്ട് കേട്ടോ. ആ ചരിത്രം എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സ്വയം ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ബോൾട്ടേഴ്സ് ലോക്ക് പോലെയുള്ള ഒരുപാട് ലോക്ക് സിസ്റ്റം ഇംഗ്ലണ്ടിലുള്ള പല നദികളിൽ, ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ഇതേ ഒരു എണ്ണാൻ പോകുന്നു. ഓക്കെ, ഇംഗ്ലണ്ടിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ജലഗതാഗതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന എല്ലാ രാജ്യങ്ങളിലും ഉള്ളൊരു സംഭവമാണ് ഈ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ തന്നെ പല ലെവൽസ് ആയിട്ടുള്ള വലിയ ലോക്ക് സിസ്റ്റംസ് ഒക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലൊക്കേഷൻ വരുന്നത് ലണ്ടനിൽ നിന്ന് ഏകദേശം ട്രെയിനിലാണെങ്കിൽ 1 മണിക്കൂറും ഡ്രൈവ് ചെയ്ത് വരാനാണെങ്കിൽ 50 മിനിറ്റുമാണ് ഇവിടെ എത്തിപ്പെടാനുള്ള സമയം. മീഡൻ ഹെഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. കാറിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്ഡ് പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. പിക്നിക്ക് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. ഫിഷിങ്, ബോട്ടിങ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് സ്പോക്ക് സ്റ്റോറി സൈനിങ് ഓഫ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ഗുഡ് ബൈ.